നമസ്കാരം. അടിരൂപതയിൽ വീണ്ടും കൂട്ടയടി. എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തോട് അനുബന്ധമായിട്ട് വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ്. ബിഷപ്പ് ഹൗസിലേക്ക് വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ വൈദികരെ സിനഡ് അനുകൂലികൾ തടഞ്ഞു. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, വൈദിക സമിതി സെക്രട്ടറി, അവരെ അടക്കം സിനഡ് അനുകൂലികൾ തടഞ്ഞതായിട്ടുള്ള വാർത്തകൾ. കത്തോലിക്ക നിയമപ്രകാരമല്ലാത്ത വൈദിക സമിതി യോഗമാണ് ഇവിടെ വിളിച്ചു ചേർക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ലിസ്റ്റിലില്ലാത്ത വൈദികരെ യോഗത്തിന് കയറ്റിയതായിട്ട് അതുകൂടി ഒരു കാരണമായി, പ്രതിഷേധത്തിന് കാരണമായി പറയുന്നുണ്ട്. നടപടി നേരിടുന്ന വൈദികരെ പങ്കെടുപ്പിക്കില്ലെന്ന് ഒരു വിഭാഗം പറഞ്ഞതോടുകൂടിയാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിയത്. എന്നാൽ ചർച്ച പരാജയമെന്ന് ആദ്യ സൂചന പുറത്തു വന്നതോടുകൂടി തന്നെ കല്ലൂർ റിന്യൂവൽ സെൻറ്ററിൽ യോഗം ചേർന്ന വിമത വിഭാഗം അൽമായർ ബിഷപ്പ് ഹൗസിലേക്ക് വരുന്നു. ഇവരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നു. രാവിലെ മുതൽ ബിഷപ്പ് ഹൗസ് ഉപരോധിച്ച സിനഡ് അനുകൂലികൾ ഈ വൈദിക യോഗത്തിന് ശേഷം ഇടവകകളിലേക്ക് മടങ്ങാനെത്തിയ വൈദികരുടെ വാഹനങ്ങളുടെ കാറ്റഴിച്ചുവിട്ടത് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു. അതേസമയം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം തേടി വിളിച്ചു ചേർത്ത വൈദിക യോഗത്തിൽ ഈ സിനഡിനെയൊക്കെ മറികടന്ന് തീരുമാനമെടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. മേജർ ആർച്ച് ബിഷപ്പും മെത്രോപൊലിത്തൻ വികാരി ജനറലുമൊക്കെയാണ് അങ്ങനെ പറയുന്നത്. നിലവിലെ കൂരിയായെ ജൂൺ 20 മുൻപ് പിരിച്ചുവിടുമെന്നും പുതിയ വൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ അനുവാദം നൽകണമെന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുമുണ്ട്. ജൂലൈ 3 മുതൽ അതിരൂപതയിൽ എല്ലാ പള്ളികളിലും ഞായറാഴ്ച ഒരു കുർബാന, അതായത് ഏകീകൃത രീതിയിൽ നടത്തുവാനും തീരുമാനമായതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിമത വിഭാഗം ഇതൊന്നും അംഗീകരിക്കില്ല. ഇതിനായി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗം വിളിച്ചു ചേർക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രശ്നപരിഹാരം അരികത്താണ് എന്ന് വൈദിക സമിതി സെക്രട്ടറി ആയിട്ടുള്ള കുര്യാക്കോസ് മുണ്ടാടൻ പറയുമ്പോഴും പ്രശ്നപരിഹാരം അത്രത്തോളം അടുത്തല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന പെർമനന്റ് സിനഡിനും മെത്രാന്മാരുടെ യോഗത്തിനും കഴിഞ്ഞ ദിവസം നടന്ന സിനഡ് അനുകൂലികളുടെ പ്രതിഷേധത്തിനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവരുടെയൊക്കെ വീരവാദം എന്ന് പറയപ്പെടുന്നത്. കാനോനിക സമിതിയില്ലാത്ത വൈദിക പ്രതിനിധി യോഗം നിലവിലെ കൂരിയയെ മാറ്റിയതിന് ശേഷം മതി മറ്റു ചർച്ചകൾ എന്ന നിലപാടെടുത്തതോടെ ചർച്ചകൾ സത്യത്തിൽ വഴിമുട്ടുകയായിരുന്നു. തുടർന്ന് ചർച്ച ബഹിഷ്കരിക്കുകയാണ് എന്ന് വാർത്താസമ്മേളനത്തിൽ തുടർ നടപടികൾ പ്രഖ്യാപിക്കുമെന്നുമൊക്കെ പറഞ്ഞ് വൈദിക നേതൃത്വം മെത്രാന്മാരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ തുടർന്ന് അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗം ഈ മാസം തന്നെ വിളിച്ചു ചേർക്കാമെന്നും ഈ കൂരിയായെ പിരിച്ചുവിടാമെന്നും പുതിയ വൈദികർക്കും ഒപ്പം തന്നെ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുവാദം നൽകാമെന്നുമൊക്കെ ഈ രണ്ട് മെത്രോപൊലിത്തമാരും യോഗത്തിന് രേഖാമൂലം ഉറപ്പ് നൽകിയതായിട്ടാണ് പറയുന്നത്. എന്നാൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന ഇരു വിഭാഗവും ഈ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ല. ജൂലൈ 3 മുൻപ് അടുത്ത സംഘർഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമായിരിക്കും. മാത്രമല്ല, നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും അംഗസംഖ്യ ഉള്ള ഒരു സഭയാണ് ഈ സിറോ മലബാർ സഭ എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയത്തിൽ വലിയ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത അത് വിഭജിച്ചൊരു പുതിയ സഭയായി രൂപം കൊള്ളാനായി പോകുന്നതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊക്കെ വാർത്തയായിട്ട് നമ്മൾ കണ്ടതുമാണ്, കേട്ടതുമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്നുള്ളതാണ്. കുർബാന നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതാണ് വലിയ സംഘർഷത്തിന് തന്നെ ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ സത്യത്തിൽ 3 തരം കുർബാന രീതികളാണ് സിറോ മലബാർ സഭയിലുള്ളത്. അതിലൊന്ന് എന്ന് പറയപ്പെടുന്നത് ജനാഭിമുഖ കുർബാനയാണ്. ഈ വൈദികൻ പൂർണ്ണമായിട്ടും ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തുന്ന കുർബാനയാണ് ജനാഭിമുഖ കുർബാന. എറണാകുളം, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, പാലക്കാട്, മാനന്തവാടി കൂടാതെ താമരശ്ശേരി രൂപതകളിലൊക്കെ ഈ രീതിയായിരുന്നു പുലർത്തിപ്പോന്നിരുന്നത്, കണ്ടുവന്നിരുന്നതായിരുന്നു. ഇനി മറ്റൊന്ന് എന്ന് പറയപ്പെടുന്നത് അൾത്താരാഭിമുഖ കുർബാനയാണ്. അതായത് ഈ വൈദികൻ മുഴുവൻ സമയവും അൾത്താര അഭിമുഖമായാണ് നിന്നുകൊണ്ട് ഈ കുർബാന അനുഷ്ഠിക്കുന്ന ഒരു രീതിയാണിത്. ഇതാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന് ഈ 50-50 ഫോർമുലയാണ്. ജനാഭിമുഖവും അൾത്താരാഭിമുഖവും തുല്യമായി ഉപയോഗിക്കുന്നതാണ് 50-50 ഫോർമുല. കോതമംഗലം, കാഞ്ഞിരപ്പള്ളി, പാല, ഇടുക്കി, തലശ്ശേരി രൂപതകളിലൊക്കെ
ഇത്തരത്തിലുള്ള രീതികൾ 50-50 നടന്നു വരുന്നത്. അപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് ഈ ജനാഭിമുഖ കുർബാന ഏറെ വൈകാരികമായിട്ടുള്ളതാണ്. രൂപതയുടെ ശില്പി എന്നറിയപ്പെടുന്ന കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിലാണ് ഈ ജനാഭിമുഖ കുർബാനയുടെ വക്താവ് എന്ന് പറയപ്പെടുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ശില്പി കൂടിയായ ഇദ്ദേഹമാണ് ഓരോ രാജ്യത്തെയും സഭ അതത് രാജ്യത്തെ പാരമ്പര്യവും സംസ്കാരവും കൂടി ഉൾക്കൊള്ളണമെന്ന ആശയം അത് മുന്നോട്ട് വെച്ചത്. ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരായ നാം ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളണമെന്ന നിലപാടിലാണ് അദ്ദേഹം സഭയെ തന്നെ നയിച്ചിരുന്നത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് മേരീസ് ബസിലിക്കയാണ് അതിരൂപതയുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും ഒക്കെ സ്ഥാനിക ദേവാലയം എന്ന് പറയപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയെ ചൊല്ലി സംഘർഷങ്ങളും അടിപിടികളും പതിവാണ്. അത് തന്നെ വീണ്ടും തുടരാൻ പോവുകയാണ്. സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദീർഘകാലമായി തുടരുന്ന കുർബാന തർക്കം പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരമാകാത്ത സാഹചര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ രണ്ടായി പിരിയാമെന്ന് അൽമായ മുന്നേറ്റം തീരുമാനമെടുത്തിരുന്നതും നമ്മൾ വാർത്തയാക്കിയതാണ്. കുർബാന തർക്കം പരിഹരിക്കുന്നതിൽ സഭാ നേതൃത്വം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അതിരൂപതയിൽ നിന്ന് പിളർന്നു മാറി മറ്റൊരു പൗരസ്ത്യ സഭയായി നിലകൊള്ളാൻ അനുവദിക്കണമെന്നിവർ ആവശ്യപ്പെട്ടിരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായിട്ടുള്ള സിറോ മലബാർ സഭ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും സംഘർഷങ്ങളുമൊക്കെ. വിശ്വാസികളും അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും ഉൾപ്പെടുന്ന സംഘടനയാണ് അൽമായ മുന്നേറ്റം എന്ന് പറയപ്പെടുന്നത്. കുർബാന തർക്കം ഇനിയും വലിച്ചു നീട്ടി സംഘർഷാവസ്ഥ മൂർച്ഛിക്കാൻ അനുവദിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും നല്ലതല്ല. ബിഷപ്പുമാർക്ക് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പൂർണ്ണ ബഹുമാനത്തോടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉൾക്കൊള്ളാൻ ആവുന്നില്ല എങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് പിരിയുവാനുള്ള സമയമായിരിക്കുന്നു എന്നതിനാലാണ് ഇനി തീരുമാനമാകേണ്ടത്. അല്ലാതെ സമവായ ചർച്ചകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു പ്രസക്തിയുമില്ല. എറണാകുളം അതിരൂപതയിലെ മെത്രാൻ അനുകൂലികൾ അഥവാ സിനഡ് അനുകൂലികൾ എന്നറിയപ്പെടുന്ന 14 വൈദികരെയും അവർക്കൊപ്പമുള്ള വിശ്വാസികൾക്കും ആവശ്യമായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ അനുവാദം നൽകണമെന്നും അതിരൂപതയുടെ കീഴിലുള്ള ഇടവകകൾ ഫെറോന മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഈ 14 വൈദികരെ ഒഴിവാക്കണമെന്നും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാലതാമസം പാടില്ല എന്നും ജനാഭിമുഖ കുർബാന നടപ്പാക്കണമെന്ന നിലപാടിലുമാണ് അൽമായ മുന്നേറ്റം. അപ്പോൾ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് സഭാ നേതൃത്വത്തോടും വത്തിക്കാൻ പ്രതിനിധികളോടും പലവട്ടം അവർ വ്യക്തമാക്കിയതുമാണ്. താൽക്കാലിക ചർച്ചകൾ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മാന്യമായി പിരിയാമെന്ന നിർദ്ദേശമടക്കം മുന്നോട്ട് വയ്ക്കുന്നത് എന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എറണാകുളത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും പരിഗണിച്ചും നിലവിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തും ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയ്ക്ക് ഒരു പ്രത്യേക ആനുകൂല്യമായി അനുവദിച്ചു നൽകുവാൻ ബിഷപ്പുമാർ തയ്യാറാകണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്താൽ മറ്റു രൂപതകളും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്ന ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. കോട്ടയം രൂപതയിലെ മലങ്കരക്കാരെ ഉൾക്കൊള്ളാൻ മടിയില്ലാത്ത സിറോ മലബാർ സിനഡ് എറണാകുളത്തോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമാണ്. എറണാകുളത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും ജനാഭിമുഖ കുർബാനയോടുള്ള ആഭിമുഖ്യം സിറോ മലബാർ സിനഡ് രൂപപ്പെടുന്നതിന് മുന്നേ തുടങ്ങിയതാണ്. സത്യം മനസ്സിലാക്കി നീതിപൂർവം തീരുമാനമെടുക്കുവാനുള്ള ഒരു ആർജവം ഈ ബിഷപ്പുമാർക്കുണ്ടാകേണ്ടതാണ്. ഒന്നുകിൽ പിരിയുക അല്ലെങ്കിൽ ചേർന്ന് പോവുക എന്നൊരു തീരുമാനത്തിൽ എത്തേണ്ടതുമാണ്. സഭ പലതരത്തിലുള്ള നടപടികൾ നടത്തി നോക്കി. മെത്രാന്മാരെ ഉരുക്കുമുഷ്ടി വെച്ച് അടിച്ചമർത്താൻ ഉരുക്കുമെത്രാന്മാരെ വരെ ഇറക്കി. എന്നിട്ടോ എല്ലാവരെയും വിശ്വാസികൾ നാണം കെടുത്തി ഓടിച്ചു എന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസി സമൂഹവും വൈദികരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ സഭയുടെ ഒരു തരത്തിലുമുള്ള കളികൾ നടന്നില്ല. എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളും വലിയ സംഘർഷത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇന്നലെയും നമ്മൾ കണ്ടത്. അപ്പോൾ ആലഞ്ചേരി പോലും എറണാകുളം ബസലിക്കയിലേക്ക് എത്തിയത് മുൻപ് പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. സിനഡായതിനു ശേഷം ആ പള്ളി തന്നെ അടച്ചു. ആലഞ്ചേരിയുടെ പദവി നഷ്ടപ്പെട്ട് ബസലിക്ക വർഷങ്ങളോളം അടച്ചിട്ട് ഈ അടുത്ത കാലത്ത് പോലും ഉറങ്ങിക്കിടന്ന ചില വൈദികന്മാരെ പോലീസ് ചുമന്ന് വെളിയിൽ എറിഞ്ഞു കളയുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ
വളരെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അന്നത്തെ തന്നെ കാര്യങ്ങൾ. അതുതന്നെയാണ് തുടർച്ചയായിട്ട് ഇപ്പോഴും നടക്കുന്നത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇടയ്ക്കൊരു ഘട്ടത്തിൽ പാംപ്ലാനിയെ മധ്യസ്ഥനായി നിയമിച്ചു. എന്നാൽ സമവായ ചർച്ചകളും മധ്യസ്ഥ ചർച്ചകളും ഒന്നും തന്നെ ഫലം കാണാത്തതിനെ തുടർന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത അപ്രകാരം ഒരു ചർച്ചയിലേക്ക് എത്തിയത് പോലും. അതായത് മാന്യമായി പിരിയാമെന്ന ഒരു ചർച്ചയിലേക്ക്. ഞങ്ങളുടെ കുർബാനയുമായിട്ട് പോകാം, നിങ്ങളുടെ പണി നോക്കുക എന്നുള്ള ഒരു ലൈൻ സ്വീകരിക്കുകയായിരുന്നു അവർ. ഇത് ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ്. അതായത് ഇവിടെ ഉള്ളതിൽ സ്വത്തും സാമ്പത്തികവും ഒക്കെ ഉള്ള ഒരു വിഭാഗം അവർ ഈ സഭയിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോയി കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ആവലാതി എന്ന് പറയപ്പെടുന്നത് ഈ നിലപാട് ഓരോ രൂപതക്കാരും സ്വീകരിച്ച് ഓരോ രൂപതയും വിഘടിച്ച് റീത്ത് സഭകളായി മാറിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അടിത്തറ ഇളകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്തു വില കൊടുത്തും സഭ ഇതിനെയൊക്കെ എതിർക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജൂലൈ 3 മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ച ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തുവാനുള്ള തീരുമാനമായതായി മേജർ ആർച്ച് ബിഷപ്പും മെത്രോപൊലിത്തൻ വികാരി ജനറലുമൊക്കെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിമത വിഭാഗം ഇതൊന്നും അംഗീകരിക്കില്ല. ഇതിനായി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗം വിളിച്ചു ചേർക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത് നടക്കാനും പോകുന്നില്ല. പ്രശ്നപരിഹാരം അരികത്താണ് എന്ന് വൈദിക സമിതി സെക്രട്ടറി ആയിട്ടുള്ള കുര്യാക്കോസ് മുണ്ടാടൻ പറയുന്നത് പോലും സത്യത്തിൽ തട്ടിപ്പാണ്. കാരണം ഇതുപോലുള്ള തീവട്ടികൾ മേലനങ്ങാതെ വിശ്വാസിയുടെ മടിക്കുത്തിൽ നിന്നും പണം പിടുങ്ങി ജീവിക്കുന്നതിനാൽ വിശ്വാസികളെ ഇങ്ങനെ തമ്മിൽ തല്ലി നിർത്താൻ ഒരു മടിയുമില്ലാത്തവന്മാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഒരിക്കലും ഒരു പരിഹാരവും കൂലിക്കുപ്പായക്കാരന്മാർ ഉണ്ടാക്കില്ല. സത്യത്തിൽ ഇതുപോലുള്ള സംവിധാനങ്ങളെ നിരോധിക്കുകയാണ് വേണ്ടത്. എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്ന സഭകളും അന്യൻ്റെ വിയർപ്പിൽ അന്നം ഭുജിക്കുന്ന പാരസൈറ്റുകളെ പോലത്തെ പള്ളിത്തന്തമാരുമൊക്കെ എന്തിനാണ്? ഇവനെയൊക്കെ പള്ളിമേടകളിൽ നിന്നും അടിച്ചിറക്കി ഈ കൂലിക്കുപ്പായം അഴിച്ചു വാങ്ങി സഭാവിശ്വാസികൾ പറഞ്ഞ പോലെ ഇവനെയൊക്കെ കൂലിപ്പണിക്ക് പറഞ്ഞു വിടണം. അന്നേ അറിയൂ ഈ പരാഗജീവികൾ കഷ്ടപ്പെട്ട് വിയർത്തി ജീവിക്കുന്നതിൻ്റെ മഹത്വം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ കൂലിക്കുപ്പായക്കാരന്മാർ വീണ്ടും തമ്മിലടി പ്രോത്സാഹിപ്പിക്കും. സ്നേഹവും സമാധാനവുമൊക്കെ ഉദ്ഘോഷിച്ച ക്രിസ്തുവിൻ്റെ അനുയായികൾ വീണ്ടും തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.